മിടുക്കനായി വരുമെന്ന് പറഞ്ഞുകൊണ്ട് തീർത്ഥസ്വാമിയെ അന്ന് സ്വാമിതൃപാദങ്ങൾ അനുഗ്രഹിക്കുന്നു. അതിനുശേഷം തീർത്ഥസ്വാമിയുടെ ജീവിതം ഒരു ടേക്ക് ഓഫ് എന്ന വാക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഷ പറയാം, ഒരു ടേക്ക് ഓഫിലേക്ക് മാറുകയാണ്. തീർത്ഥസ്വാമികൾ പൂർണ്ണമായും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് ഏതാണ്ടൊരു ബ്രഹ്മചാരിയുടെ ഒരു ദീക്ഷ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ക്രമത്തിലുള്ള ജീവിതത്തിലോട്ട് സ്വാമിയുടെ സംവിധാനങ്ങളും മറ്റും മാറുന്നു. തുടർന്ന് തീർത്ഥസ്വാമികൾ സ്വാമിതൃപാദങ്ങളുടെ തിരുസവിധത്തിൽ എത്തിച്ചേരുന്നു ശിവഗിരി മഠത്തിൽ. അന്നാണ് സ്വാമിതൃപാദങ്ങൾ തീർത്ഥസ്വാമിക്ക് അല്ലെങ്കിൽ നാണുവിന് അല്ലെങ്കിൽ പരവൂർ നാരായണന് ഒരു ബ്രഹ്മചര്യ ദീക്ഷ നൽകുകയും ശ്രീനാരായണദാസ് എന്ന പേരും കൊടുക്കുന്നത്. പേര് പോലും ശ്രീനാരായണ തീർത്ഥൻ തന്നെയാണ്. ഗുരുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മാതാപിതാക്കളിട്ട പേര് നാരായണനെന്നും നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും നാണുവെന്ന് വിളിക്കുകയും ചെയ്യുന്നു. ശ്രീനാരായണ തീർത്ഥരെന്ന് സന്യാസനാമം കിട്ടുന്നു. സ്വാമിതൃപാദങ്ങൾ ബ്രഹ്മചര്യ ദീക്ഷ കൊടുക്കുമ്പോൾ അന്നത്തെ നാമവും ശ്രീനാരായണ ദാസ് എന്ന് തന്നെയാണ്. ഇതിനിടയ്ക്ക് ശ്രീനിവാസ ശാസ്ത്രി എന്ന് പറയുന്ന പരവൂര് തന്നെയുള്ള ഒരു ബ്രാഹ്മണനെ പരിചയപ്പെടുവാൻ സ്വാമിക്ക് സാഹചര്യമുണ്ടാകുന്നു. ആ ബ്രാഹ്മണൻ അദ്ദേഹം ഒരു ജാതി മത ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് സ്വാമിയെ അത്യാവശ്യമുള്ള വൈദിക താന്ത്രിക കർമ്മങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാമിക്ക് ഒരു പൂജ എങ്ങനെ വേണം, എങ്ങനെയാണ് ഭസ്മം കുഴച്ച് കുരി തൊടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു പരിമിതമായ ജ്ഞാനം സ്വാമിക്കുണ്ട്. ആ സമയത്തും സ്വാമി ചില സ്തോത്രകൃതികളും പ്രാർത്ഥനാ ഗീതങ്ങളും എഴുതുകയും ബന്ധുമിത്രാദികൾക്കും മറ്റുമൊക്കെ കൊടുത്തിരുന്നു എന്നുമൊക്കെ ചരിത്രരേഖകൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ആധ്യാത്മികമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ളപ്പോഴാണ് സ്വാമിതൃപാദങ്ങളെ കാണുന്നതും ഗുരു ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതും. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫ് പോലെ ഗുരുവിന് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞല്ലോ. അങ്ങനെ ശിവഗിരി മഠത്തിലെത്തുന്നു. ഗുരു ബ്രഹ്മചര്യ ദീക്ഷ നൽകുന്നു. ഈ ബ്രഹ്മചര്യ ദീക്ഷ കൊടുത്ത് അധികം താമസിക്കാത്ത സമയത്താണ് നേരത്തെ നമ്മൾ പരാമർശിച്ച നമ്മുടെ നാട്ടിലെ പാമ്പാടിക്കാർ അവിടേക്ക് ചെല്ലുന്നതും ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഒരു പൂജാരി വേണം, അല്ലെങ്കിൽ സ്വാമിതൃപാദങ്ങൾ ഇവിടെ ഒന്ന് വരണം, ഇവിടെ ഒരു ആധ്യാത്മികമായ നമോന്മേഷം ഉണ്ടാവേണ്ടതുണ്ട്, സ്വാമിയുടെ വലിയൊരു പിന്തുണ വേണമെന്നൊക്കെ പറഞ്ഞ് ഗുരുവിനെ അപേക്ഷിച്ചുകൊണ്ട് അവർ സ്വാമിയോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. അപ്പോഴാണ് തൃപ്പാദങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് അവിടേക്ക് മിടുക്കനായ ശ്രേഷ്ഠനായ ഒരാളെ നാം തരാം. അങ്ങനെ ഗുരു നിയോഗിക്കുന്നതാണ് പിൽക്കാലത്ത് പാമ്പാടി സ്വാമികളെന്ന് ഇന്നും അവിടുത്തെ മുതിർന്നവർ പറയുന്ന കുറിച്ചി അദ്വൈതാശ്രമത്തിൻ്റെ നമ്മുടെ ശ്രീനാരായണ തീർത്ഥസ്വാമികൾ ഇവിടേക്ക് വരുന്നത്. അന്ന് തീർത്ഥസ്വാമിയുടെ സുഹൃത്തും സന്തത സഹചാരിയും പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ചു കാലം മാനേജരുമൊക്കെ ആയിട്ടിരുന്ന ഒരാളുണ്ട്, കാരിക്കോട്ട് നാരായണ വൈദ്യരെന്ന് പറയും. അദ്ദേഹം ഒരു ഓർമ്മക്കുറിപ്പുകളായി അത് പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട സുവനീറുകളിലും മറ്റൊക്കെ എഴുതിയൊരു ലേഖനമുണ്ട്. അത് സത്യാനസ്വാമിയൊക്കെ പുനഃപ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അതിൽ പറയുന്ന ഇപ്രകാരമാണ്: ഒരു ദിവസം രാവിലെ ഏതാണ്ട് 17-18 വയസ്സ് പ്രായം തോന്നുന്ന നിറം കുറഞ്ഞ കറുത്ത് മെലിഞ്ഞൊരു പയ്യൻ കാൽനടയായി നഗ്നപാതനായി ക്ഷേത്രവളപ്പിലേക്ക് കയറി വന്നു. സഞ്ചാരത്തിന് വലിയ സൗകര്യങ്ങളില്ലാതിരുന്ന ആ കാലത്ത് കൊല്ലത്തിനപ്പുറത്ത് പരവൂണ്ടെങ്ങാണ്ടോ നിന്ന്, അന്നങ്ങനെ കേട്ടോ, കൊല്ലത്തിനപ്പുറത്ത് പരവൂരെങ്ങാണ്ടോ നിന്ന് കാൽനടയായി വന്നയാളാണ് ഈ ക്ഷേത്രത്തിലോട്ട്. അന്ന് കയ്യിൽ ഒരു ബുക്കും ഒരു തുണിക്കെട്ടും മാത്രമാണ് ആകെയുള്ളത്. അങ്ങനെയാണ് ഗുരു നിർദ്ദേശം കൊടുത്തിട്ട് ചുമതലപ്പെടുത്തിയിട്ട് വന്നയാളാണെന്ന് അറിഞ്ഞുകൊണ്ട് പാമ്പാടിയിലേക്ക് വരുന്നത്. പാമ്പാടി എന്ന് പറയുന്നൊരു മലയോര പട്ടണം, അല്ലെങ്കിൽ മലയുടെ കവാടമായ പട്ടണം. കോട്ടയത്തിൻ്റെ ആ ഒരു ജോഗ്രഫിക്കൽ ടെക്സ്ചർ മാറി കുന്നും മലയും ഒക്കെ ആരംഭിക്കുന്ന ഒരു മലയുടെ എൻട്രി ആയിട്ടുള്ള ഹൈ റേഞ്ചിന് താഴെയുള്ള ഒരു ചെറിയ ജോഗ്രഫിക്കൽ ചേഞ്ച് വരുന്ന പട്ടണം ഇന്ന് കാണുന്ന രീതിയിൽ മാറി മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തീർത്ഥസ്വാമികൾ ആ മണ്ണിൽ കാലുകുത്തിയതിനു ശേഷമാണ്. നാനാജാതി മതസ്ഥർക്ക് അവിടെ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമാണ്. പാമ്പാടിക്കാരായ ഓരോ ആളുകളും നന്ദിയോടുകൂടി സ്മരിക്കേണ്ട ഒരു കാര്യവുമാണത്. അങ്ങനെ ശിവദർശന ക്ഷേത്രത്തിൽ, അപ്പോൾ ആ സമയത്ത് ഇത് ശിവദർശന സമാജമൊക്കെ മാറുന്നു, ക്ഷേത്രം ഒന്നുകൂടി ഉഷാറാകുന്നു. സ്വാമി അവിടെ ചുമതല ഏൽക്കുന്നു. ഈ ഗുരുവിൻ്റെ തന്നെ രീതിയാണ് ചരൈവേദി അടങ്ങിയിരിക്കുന്ന രീതിയല്ലല്ലോ. അത് തന്നെയാണ് ശിഷ്യന്മാരെല്ലാവരും വെറുതെ കാവ്യ ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു രീതിയായില്ല ഇവർക്കാർക്കും. അത് തന്നെയാണ് തീർത്ഥസ്വാമിയും. അത് തന്നെ ആ ക്ഷേത്രത്തിൽ രാവിലെ പൂജ ചെയ്ത് വൈകുന്നേരം വരെയുള്ള സമയത്ത് കിടന്നുറങ്ങിയ പുസ്തകം വായിച്ചോ ധ്യാനിച്ചോ ജപിച്ചോ മാത്രം കഴിയാമായിരുന്ന സ്വാമി അതിനല്ല ഒരുങ്ങിയേ. സ്വാമി അവിടെ വെറും ശാന്തിക്കാരനായിരുന്നു കൊണ്ട് കാലം കഴിക്കുവാനേ ആഗ്രഹിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങിയ ഒരു പുറപ്പെടലാ സ്വാമി. അതാണ് ഇന്ന് കാണുന്ന വലിയൊരു മാറ്റത്തിൻ്റെ ആദ്യ തുടക്കം. 18 കരയിലെ ഈഴവരെ സംഘടിപ്പിച്ചുകൊണ്ട ശിവദർശന ക്ഷേത്ര സമാജം ഇന്ന് കാണുന്ന രീതിയിൽ സ്വാമി പടുത്തുയർത്തിയ 18 കരകൾ ചെറിയ കാര്യമാണോ? അന്ന് വണ്ടിയുണ്ടോ?
അന്ന് ട്രെയിനുണ്ടോ? അന്ന് കാറുണ്ടോ? അന്ന് വണ്ടിക്കൂലിയുണ്ടോ? അന്ന് ഇതുപോലെ സൗകര്യങ്ങളുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇതൊന്നുമില്ലാത്ത കാലത്ത് ഇന്ന് പോലും നിങ്ങൾ പാമ്പാടിയുടെയും മറ്റുമൊക്കെ ഉള്ളിലേക്ക് ചെന്നാൽ കുന്നും മലകളും പാറകളും കെട്ടുകളും നിറഞ്ഞ ഇടവഴികളുമുള്ള ഒരു മലയോരത്തിൻ്റെ എൻട്രിയുടെ എല്ലാ ഘടനകളുമുള്ള ഭൂവിഭാഗമാണ് പാമ്പാടിയും മറ്റുമൊക്കെ. അതിലൂടെ ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ 1913, 14, 15 കാലഘട്ടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 100-110 വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി നടത്തിയ ഒരു ത്യാഗോജ്വലമായ പ്രവർത്തനം. ഈ 18 കരയെന്ന് പറഞ്ഞാലേ പാമ്പാടിയുണ്ട്, കറുകച്ചാലുണ്ട്, ഞാലിയാകുഴിയുണ്ട്, അയർക്കുന്നമുണ്ട്, മീനടമുണ്ട്, പുതുപ്പള്ളിയുണ്ട്, കോട്ടയം നഗരമുണ്ട്, കുമരകമുണ്ട്. അങ്ങനെ കിടക്കുക കിലോമീറ്ററുകൾ. ഇവിടം വരെയൊക്കെ സ്വാമി എങ്ങനെ പോയി, എങ്ങനെ കഷ്ടപ്പെട്ടു, എങ്ങനെ വർക്ക് ചെയ്തു എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് പാമ്പാടി ശിവദർശന ക്ഷേത്ര സമാജം ഉണ്ടാകുന്നതും അവിടെ വലിയൊരു മൂവ്മെൻറ്റും വലിയൊരു ആധ്യാത്മികമായ നവോത്ഥാനം ഉണ്ടാകുന്നതും. സത്യത്തിൽ ഇന്ന് ഞാനതൊരു യൂട്യൂബിലൂടെ പറഞ്ഞു പോകുന്നൊരു വീഡിയോ ആയതുകൊണ്ടും അല്ലെങ്കിൽ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കുറേ നാളുകളായി നിരന്തരമായി പൊങ്കാലകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇന്ന് SNDP യോഗം, പാമ്പാടി ശാഖായോഗത്തിൻ്റെതായി ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും അന്ന് കാലത്ത് 1920 അടുക്കുമ്പോൾ ശിവദർശന ക്ഷേത്രത്തിന് 2 ലക്ഷം രൂപയുടെ ആസ്തിയായെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 1924 സ്വാമിതൃപാദങ്ങൾക്ക് ഇന്ന് ശിവഗിരി കാണുന്ന റിക്ഷ അന്ന് പുതുവൽ അയ്യൻ കേശവൻ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ വില 750 രൂപയാണ്. അന്ന് 2 ലക്ഷം രൂപ ചെറുതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വാമിയുടെ പ്രവർത്തനം 1930 എത്തുമ്പോൾ ഏതാണ്ട് ആസ്തികൾ മാത്രമായി 2 ലക്ഷം, സ്വത്തുക്കൾ വേറെ. വീണ്ടും ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനതിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം. ജപ്പാനിലെ ടോക്കിയോയിൽ നിന്നും സ്വാമിതൃപാദങ്ങളുടെ ഇന്ന് നിങ്ങൾ ശിവഗിരി മഠത്തിലെ റിക്ഷ മണ്ഡപത്തിൽ കാണുന്ന ആ റിക്ഷ ജപ്പാനിലെ ടോക്കിയോയിൽ നിന്നും കൊച്ചി തുറമുഖം വരെ കൊണ്ടുവരുവാൻ കപ്പൽ കൂലി 35 രൂപയാണ് 1924. ഇന്നാണെങ്കിൽ ഒരു 3.5 ലക്ഷം രൂപ ആകത്തില്ലേ ന്യായമായിട്ടും? അപ്പോൾ അന്ന് 35 ആണെങ്കിൽ അന്ന് 2 ലക്ഷം എത്ര എമൗണ്ടാ ഇന്നത്തെ കണക്കിൽ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത്രയും തുക, അത്രയും ക്യാപിറ്റൽ അസറ്റ് ഉണ്ടാക്കിയയാളാ ശ്രീനാരായണ തീർത്ഥസ്വാമി. 1 ഇഞ്ച് മണ്ണ് പോലും പോയിട്ടില്ല കേട്ടോ, 1 ഇഷ്ടിക പോലും പോയിട്ടില്ല കേട്ടോ. എന്താ കാര്യം എന്നറിയാവോ? തീർത്ഥസ്വാമിയുടെ തീക്ഷണമായൊരു ബുദ്ധിയാണ്. അതിൻ്റെ ഭരണഘടന എങ്ങനെയാണ്? നമ്മുടെ പാമ്പാടിയിലെ അനൂപിനെ ഞാൻ ഇന്നലെ കൂടി വിളിച്ച് അവൻ അതിൻ്റെ ഒരു കമ്മിറ്റിയങ്ങ നീ അതിൻ്റെ ആധാരത്തിൽ എന്തെങ്കിലും പോയിന്റ്. അപ്പോൾ അവൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഈ മണ്ണിൽ നിന്നും 1 സെന്റ് ഭൂമി വിൽക്കണമെങ്കിൽ 2 സെന്റ് ഭൂമി വാങ്ങിച്ചിട്ട് അതിൻ്റെ ആധാര നമ്പർ കൂടി ചേർത്ത് 1 സെന്റ് വിൽക്കാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട്? സ്വാമി അന്ന് എത്ര ദീർഘവീക്ഷണത്തോടു കൂടി ഇതൊക്കെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് സ്വാമികൾ ഇതെല്ലാം പടുത്തുയർത്തി ഉണ്ടാക്കുന്നത്.